ഹായ്, ഞാൻ വിവേക്. അപ്പോൾ ഞാൻ കുറച്ചായെന്ന് തോന്നുന്നു, ഒരു ഏകദേശം ഒരു മാസത്തിന് മേലെ മറ്റോ ആയെന്ന് തോന്നുന്നു ഞാനിപ്പം ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ. അതായത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചർച്ചയിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, അതായത് സ്ത്രീധനം മരണം, സ്ത്രീധന പീഡനം. അപ്പോൾ സ്ത്രീധനം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടുന്നത് തന്നെയാണ്. കാരണം സ്ത്രീധനം എന്ന് പറയുന്നത് ചോദിക്കാനോ വാങ്ങാനോ പാടില്ല. ഐ റിപ്പീറ്റ്, സ്ത്രീധനം ചോദിക്കാനോ വാങ്ങാനോ പാടില്ല. അതുമാത്രമല്ല, സ്ത്രീധനം ചോദിക്കാനോ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല. യഥാർത്ഥത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ശിക്ഷാർഹർ തന്നെയാണ്. കാരണം അതങ്ങനെ തന്നെ ആക്കണം. ഇപ്പോൾ പലപ്പോഴും സ്ത്രീധനം വാങ്ങുന്നവർ മാത്രമേ കുറ്റക്കാരായി. സ്ത്രീധനം വാങ്ങുക എന്ന് പറഞ്ഞ് മിക്കവാറും ചെറുക്കൻ്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരും മാത്രമായിരിക്കും സ്ത്രീധനം വാങ്ങുന്നവരുടെ കുറ്റക്കാരെന്ന് കണ്ട് വിധി പറയുന്നത്. അവർക്കാണ് മിക്കവാറും ശിക്ഷയും കിട്ടുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീധനം കൊടുക്കുന്നവരെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. സ്ത്രീധനം കൊടുക്കുന്ന വീട്ടുകാരെയും ഇതിൽ കൊണ്ടുവരികയും അവർക്ക് ഉചിതമായ ശിക്ഷ, ജയിൽ ശിക്ഷ കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. ഒന്ന്, പഴയ കാലത്ത് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ, അതായത് പെണ്ണിന് ഇപ്പോൾ പഠിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം എങ്ങനെയായാലും അത് സ്ത്രീധനം ഇല്ലാതെ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ സ്ത്രീധനം മസ്റ്റായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അത് ഒരു അലിഖിത നിയമമായിരുന്നു, വാങ്ങണം എന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്നു. പഴയ ജനറേഷൻ അതിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു കാലം. അപ്പോൾ കാലം മാറിയപ്പോൾ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടി, അപ്പോൾ അവർക്ക് അറിവ് കൂടി, അവർക്ക് ലോകപരിചയം വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീധനമൊക്കെ കുറച്ച് ബാക്കൗട്ട് ചെയ്യുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ തന്നെ 1 രൂപ സ്ത്രീധനം വേണ്ട, നമുക്ക് പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോലും പല പെണ്ണ് വീട്ടുകാരും അത് പോരാ, നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ വേണം, അല്ലെ വലിയ ലക്ഷങ്ങൾ കോടികൾ വിലയുള്ള ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്ത്രീധനം ഓഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായ പത്രവാർത്തകളിലൊക്കെ നമുക്ക് കാണാം, ഈ ഇടയ്ക്ക് ഈ പീഡനം അനുഭവിച്ചു എന്ന് നമ്മളിങ്ങനെ പറയുന്ന ഈ വാർത്തകളിലെ സ്ത്രീകളുടെ എല്ലാം ഭർത്താക്കന്മാരെ നോക്കൂ, അവർ മോശമില്ലാത്ത പ്രൊഫൈലുള്ള ആൾക്കാർ തന്നെയാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ കണ്ട് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക്, ഒരു ഫാഷൻ എന്നുള്ള രീതിക്ക് ആയി മാറിയിരിക്കുന്നു. സ്ത്രീധനം ചോദിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇത് നോ പറയാൻ അപ്പം തന്നെ നോ പറഞ്ഞിരുന്നെങ്കിൽ നോ പ്രോബ്ലം. നോ പറയാത്തതാണ് പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പം തന്നെ പറ്റില്ല, പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നാട്ടുകാർ പറയുന്ന നാറികളെ ബോധിപ്പിക്കാനുള്ള കുറേ ഗിമിക്സ്, അതൊക്കെ ഒഴിവാക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ നമ്മൾ കല്യാണം കഴിക്കേണ്ടതുള്ളൂ. നാട്ടുകാരെയും ഈ ബന്ധുക്കളെയും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ദയവീത് കല്യാണം കഴിക്കരുത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ പറയുന്നു, സ്ത്രീധനം കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ പുരുഷധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. അതായത് അലിമണി, ജീവനാംശം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഈ അലിമണി എന്ന് പറയുന്ന സംഭവം, ഡൗറി എന്ന് പറയുന്നത് രണ്ടും നിരോധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷൻ്റെ കയ്യിലെ ധനം ആഗ്രഹിച്ച് നമ്മൾ എന്നിട്ട് നമുക്കിപ്പോൾ അത് നമുക്ക് അവരെ കൊണ്ട് താങ്ങില്ല. അതായത് സാമ്പത്തികമായി ഒരല്പം പിന്നോക്കം നിൽക്കുന്നവരോ അതല്ലെങ്കിൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ ചെറുക്കൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിക്കുക, അതാദ്യം നിരോധിക്കുക. പണ്ടത്തെ കാലമല്ല, ഇപ്പം തന്നെ ധാരാളം ചെറുപ്പക്കാർ തന്നെ നമുക്ക് പെണ്ണിനെ വേണ്ട, പൊന്ന് വേണ്ട, ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം തന്നാൽ മതി പറഞ്ഞാൽ പല രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. കൂടുതൽ അതിമോഹമാണ് പല പെണ്ണ് വീട്ടുകാർക്കും ഉള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും ഇവർക്ക് തന്നെ കോടാലിയായിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സ്വന്തമായി പഠിക്കുക, അധ്വാനിക്കുക, എന്നിട്ട് പണം ഉണ്ടാക്കൂ, എന്നിട്ട് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി.
ഈ നാട്ടുകാർ നാറികളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ബന്ധുക്കളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നിങ്ങൾ കല്യാണം കഴിക്കരുത് ദേവി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം വരും, കുട്ടികളായില്ലേ, ആക്കുന്നില്ലേ, ആർക്കാ കുഴപ്പം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ട് നന്നായിട്ട് പഠിക്കുക, സമ്പാദിക്കുക, നമുക്കുള്ളത് ആദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുക. അത് നമുക്ക് പണം ഉണ്ടാകുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു അഭിമാന ബോധം കൂടെ വരും. ആ അഭിമാന ബോധം കൂടെ വരുമ്പോൾ അതിൻ്റെ മേലെ നമുക്കിഷ്ടപ്പെട്ട നമ്മളിഷ്ടപ്പെടുന്ന ഒരാളെ അങ്ങ് കല്യാണം കഴിക്കുക. അല്ല പണത്തിന് വേണ്ടി ആരെയും കല്യാണം കഴിക്കാതിരിക്കുക. അത് ബോറിങ് ഏർപ്പാടാണ്. ഐ റിപ്പീറ്റ്, സ്ത്രീധനം നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ആണിനെ പോലെ തന്നെയാണ്, അതായത് സ്ത്രീധനം നോക്കി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് ചെറുക്കൻ്റെ സ്വത്തും പണവും ജോലിയും നോക്കി കല്യാണം കഴിക്കുന്ന പെണ്ണും എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. രണ്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാം. പല ഈ സ്ത്രീപക്ഷവാദികളും പറയുന്നു പെണ്ണുങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആണുങ്ങളൊരു തീരുമാനം എടുക്കണം. ജോലിയും കൂലിയും സാമ്പത്തികവും ഇല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാതിരിക്കാൻ ആണുങ്ങളും വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നോ പ്രോബ്ലം. അപ്പോൾ സ്ത്രീപക്ഷവാദികൾ ദേവി അന്നേരം എതിർപ്പായിട്ട് വന്നേക്കല്ലേ.